ടൊബാക്കോ, സ്വീറ്റ് ആയിട്ടുള്ള ടൊബാക്കോ. ടൊബാക്കോ എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ടൊബാക്കോ, അടിപൊളി ടൊബാക്കോ. നമ്മുടെ ഒരു വരവിനെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന കുറച്ച് ഗ്യാങ് ഉണ്ടാവുമല്ലോ, അവരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഓറ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കൊരു അതോറിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടി, ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. എന്റെ അഭിപ്രായത്തിൽ ഒരു 10 ml തന്നെ ധാരാളമാണ്. കാരണം സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം ആയതുകൊണ്ട് ഒരു 10 ml തന്നെ ധാരാളം. മാൻസറ എന്നൊരു ബ്രാൻഡ് എടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും അധികം കേട്ടിട്ടുള്ള രണ്ട് ഐറ്റമാണ് സെദ്രാത് ബോസെ, റെഡ് ടൊബാക്കോ. ഈ രണ്ട് പെർഫ്യൂം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ പെർഫ്യൂം ലവർ ആണെന്നുണ്ടെങ്കിൽ സെദ്രാത് ബോസും റെഡ് ടൊബാക്കോയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം ഏറ്റവും അധികം കോംപ്ലിമെന്റ്സ് കിട്ടുന്ന പെർഫ്യൂംസ് ആണ് സെദ്രാത് ബോസെ ആൻഡ് റെഡ് ടൊബാക്കോ. എനിക്കറിയാം നിങ്ങൾ പലർക്കും, ഈ വീഡിയോ കാണുന്ന പലർക്കും റെഡ് ടൊബാക്കോ അടിച്ചിട്ട് ഉറപ്പായിട്ടും കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ടാവും. ഒരാളെങ്കിലും റെഡ് ടൊബാക്കോ കൈവശമുള്ള ഒരാളെങ്കിലും കോംപ്ലിമെന്റ് കിട്ടാത്ത ആരും കാണത്തില്ല. കോംപ്ലിമെന്റ് ഉറപ്പായിട്ടും കിട്ടുന്ന സാധനമാണ് റെഡ് ടൊബാക്കോ. 2017 റെഡ് ടൊബാക്കോ ഇറങ്ങിയത്. 2024 എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഈ റെഡ് ടൊബാക്കോ തന്നെ ഓൾറെഡി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ടൊബാക്കോ ആണ് മെയിൻ ഔട്ടായിട്ട് വരുന്നത്. ഈ റെഡ് ടൊബാക്കോ അത് വീണ്ടും പഴുപ്പിച്ച് അടുത്ത വെർഷൻ ഇറക്കിയിരിക്കുന്നു, റെഡ് ടൊബാക്കോ ഇന്റൻസ് എന്നും പറഞ്ഞു. ഊമർക്ക് പ്രാധാന്യമാണെന്ന് എനിക്കറിയില്ല. കാര്യം റെഡ് ടൊബാക്കോ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഇപ്പോൾ അത് വീക്ക് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ബാച്ച് വേരിയേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ റീഫോർമുലേഷൻ നടന്നു എനിക്കറിയില്ല. പക്ഷേ റെഡ് ടൊബാക്കോ എന്റെ അഭിപ്രായത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. അതിനെ ഒന്നും കൂടി 2.0 വെർഷനായിട്ട് റെഡ് ടൊബാക്കോ ഇന്റൻസ് എന്നും പറഞ്ഞ് ഇറക്കി വിട്ടേക്കുന്നു. ഇറക്കിയത് ആര്? നമ്മുടെ പേറി മൊണ്ടാൾ. ഈ പേറി മൊണ്ടാൾ എന്നുള്ള അണ്ണൻ, ഇദ്ദേഹം സ്ട്രോങ് പെർഫ്യൂം വിട്ടുള്ള ഒരു കളിയുമില്ല. അദ്ദേഹത്തിന്റെ സാധനം എല്ലാം അങ്ങനെയാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സാധനം മാത്രമേ ഇറക്കൂ. മാൻസറ 2023 മനസ്സറിഞ്ഞ് പണിഞ്ഞൊരു വർക്കാണ് റെഡ് ടൊബാക്കോ ഇന്റൻസ്. അപ്പോൾ ഓൾറെഡി റെഡ് ടൊബാക്കോ ഉള്ളത് കൊണ്ടും ട്രൈ ചെയ്തത് കൊണ്ടും ഉപയോഗിച്ച് തീർത്തത് കൊണ്ടും ഇത് വാങ്ങണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പക്ഷെ ഒരു ലാസ്റ്റ് വീക്ക് ഒരു രാവിലെ 10 കാണും, വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോയപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങി തൊട്ടടുത്ത് അണ്ണാച്ചിയുടെ കടയിൽ കയറി കപ്പലണ്ടിയും ചിപ്സും മുറുക്കും ഒക്കെ വാങ്ങിക്കൊണ്ട് സമയത്ത് എന്റെ തൊട്ട് പിറകിലായിട്ട് ഒരാൾ വന്നു. അപ്പൊ കാഴ്ചയിൽ ഒരു 32 വയസ്സ് പ്രായം തോന്നിക്കും. താടിയൊക്കെ ഒതുക്കി വെട്ടി ഒതുക്കി തലയിൽ എണ്ണയും ജെല്ലൊക്കെ ഇട്ട് മുടിയൊക്കെ ഒതുക്കി പക്ക എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരാൾ. ഇദ്ദേഹം തൊട്ട് പിറകിൽ വന്നു. കുറച്ചടുത്ത് വന്നപ്പോൾ ഭയങ്കര മണം. എന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ് അയാൾ. അപ്പൊ കടയിൽ അത്യാവശ്യം തിരക്കുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഭയങ്കര മണം. ഇത് രാവിലെ 11 നോക്കാറ്, നല്ല വെയില്, ചൂടുണ്ട്, ഉയർത്ത് കുളിച്ച് നിൽക്കുകയാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഭയങ്കര മണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഏത് പെർഫ്യൂമാണ് അടിച്ചിരിക്കുന്നത്? പുള്ളിക്കാരൻ പറഞ്ഞു റെഡ് ടൊബാക്കോ ഇന്റൻസ്. അപ്പൊ റെഡ് ടൊബാക്കോ, മാൻസറ റെഡ് ടൊബാക്കോ ഇന്റൻസ് ആണോ? അത് തന്നെ. പക്ഷെ എനിക്ക് കിട്ടിയ മണം ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. അതായത് ഞാൻ അങ്ങോട്ട് വിളിച്ച് കോംപ്ലിമെന്റ് ചെയ്തു. പുള്ളിക്കാരൻ ഒരു ചിരിയും ഒരു പാസ്സാക്കി. അപ്പൊ അന്ന് തന്നെ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു, വീട്ടിൽ പോയിട്ട് 2 ഞാൻ ഓർഡർ ചെയ്തു. ഞാനിത് ട്രൈ ചെയ്തു. വൺ ഓഫ് ദ ബെസ്റ്റ് ടൊബാക്കോ പെർഫ്യൂം. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ടൊബാക്കോ ഫ്രേഗ്രൻസ് ആണ് മാൻസറ റെഡ് ടൊബാക്കോ ഇന്റൻസ്. റെഡ് ടൊബാക്കോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ റെഡ് ടൊബാക്കോ ഇന്റൻസ് വാങ്ങരുത്. റെഡ് ടൊബാക്കോ കയ്യിലില്ല, റെഡ് ടൊബാക്കോ വാങ്ങണോ ഇന്റൻസ് വാങ്ങണോ എന്ന് ചോദിച്ചാൽ റെഡ് ടൊബാക്കോ ഇന്റൻസ് എടുക്കുക. ഇനി ഓക്കെ, നമുക്കിനി പെർഫ്യൂമിനെ കുറിച്ച് പറയാം. എന്റെ കയ്യിലുള്ള ടെസ്റ്റർ ബാച്ച് ആണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കുള്ള ബാച്ച് കോഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സാധാരണ ടെസ്റ്ററിന് വരുന്ന വൈറ്റ് ബോക്സ് ആണ് വരുന്നത്. ബാച്ച് കോഡ് 23I250A ഇതാണ് ബാച്ച് കോഡ് വരുന്നത്. 120 ml ആണ്, വാല്യൂ ഫോർ മണി. അപ്പോൾ മാൻസറയുടെ പെർഫ്യൂം അങ്ങനെയാണ്. നമുക്ക് 120 ml ആയിട്ടായിരിക്കും വരിക. ക്യാപ്പ് ഉണ്ടല്ലേ, മാഗ്നറ്റിക് ക്യാപ്പ്. ബോട്ടിൽ മാൻസറയുടെ സാധാരണ വരുന്നുള്ള ബോട്ടിൽ. വെനം, ഈ ബോട്ടിലിന്റെ കളർ ഉണ്ടല്ലേ, ബോട്ടിലിന്റെ കളറും ജ്യൂസും ഒരു ട്രൂലി ബീസ്റ്റ് വെനം എന്ന് പറയും. ഒരു റെഡ് ഡ്രാഗൺ, ചുവന്ന ഡ്രാഗൺ. ഈ ജ്യൂസിന്റെ കളർ എന്താണോ അതാണ് പെർഫ്യൂം. പിന്നെ ക്യാപ്പ് മാഗ്നറ്റിക് ആണ്, സ്ട്രോങ് ആയിട്ടുള്ള ക്യാപ്പ് ഉണ്ടല്ലേ, ഊരി പോവില്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാപ്പ്. നമ്മുടെ ഏകദേശം ബ്ലൂഡേ ചാനലിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാപ്പാണ്. ഇവിടെ മാൻസറ ലോഗോ, മുകളിലൊന്നുമില്ല. പ്രഷറൈസ് ചെയ്തിട്ടുള്ള ഓട്ടോമൈസറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആക്ച്വലി ജ്യൂസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. മീഡിയം ലെവലിലും പോകാം, സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലും പോകാം. അപ്പം ബോട്ടിൽ, മാഗ്നറ്റിക് ക്യാപ്പ്, 120 ml, എക്സ്ട്രേറ്റ് പെർഫ്യൂം, എക്സ്ട്രേറ്റ് വെർഷനാണ്, വളരെ സ്ട്രോങ് ആയിരിക്കും. ഇനി ഒന്ന് ട്രൈ ചെയ്യാം. ഓൾറെഡി അടിച്ചിട്ടുണ്ട് രാവിലെ. ഞാൻ ഇപ്പം മണി ഇപ്പോൾ ഈ സമയം 1:15. രാവിലെ ട്രൈ ചെയ്തു, ഇപ്പോഴും മണമുണ്ട്. സ്പ്രേയർ ഉണ്ടോ? ഇനി ടോപ്പ് നോട്ടായിട്ട് പറയാം, കിട്ടുന്ന മണവും ഞാൻ പറയാം. ടോപ്പ് നോട്ടിൽ അഗർവുഡ്, സിനമൺ, ഇൻസെൻസ്, പയർ, സാഫ്രോൺ, നട്ട്ബഗ്. മിഡിൽ നോട്ടിൽ ലെതർ, ടൊബാക്കോ, പച്ചൂളി, ജാസ്മിൻ, വെട്ടിവേർ. ബേസ് നോട്ടിൽ വാനില, മസ്ക്, സാൻഡൽവുഡ്, ഗുവാക്വുഡ്, ആംബർഗ്രീസ്. ഓപ്പണിംഗിൽ പെയറിന്റെ മണം കിട്ടും. പെയർ ഫ്രൂട്ട്, സബർജില്ലി അല്ലെങ്കിൽ ആപ്പിൾ. അതെ, ആപ്പിളിന് അല്പം പുളിപ്പ് വന്ന എന്തുണ്ടാവും. അപ്പൊ പുളിപ്പുള്ള ഒരു ആപ്പിളിന്റെ സ്മെല്ലായിട്ടാണ് ഓപ്പണിംഗ് കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ സാഫ്രോണിന്റെ നോട്ടും വരും. ഈ സാഫ്രോണും ആപ്പിൾ ടോപ്പ് നോട്ട് കണ്ടില്ലേ, ടോപ്പ് നോട്ടിന് എന്ത് ഗംഭീരമായിട്ട് ചെയ്ത് നോക്കി. സിനമൺ, ഇൻസെൻസ്, പെയർ, സാഫ്രോൺ, നട്ട്മഗ്, ജാതിക്കയുടെയും കുങ്കുമപ്പൂവിന്റെയും സബർജല്ലിയുടെയും പിന്നെ പട്ടയുടെയും പിന്നെ ഊത് നിങ്ങൾക്ക് കിട്ടത്തില്ല, അത് വിട്ടേക്ക്. ഊതിന്റെ മണമൊന്നും അത് കിട്ടില്ല.
പിന്നെ ഇൻസെൻസ്, പുകയുന്ന ഒരു സ്മോക്കി സ്മെല്ലും ഒക്കെ വരും. പിന്നെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനം ടൊബാക്കോ, നമ്മുടെ ഒരു റെഡ് ടൊബാക്കോ, ചുവന്ന പൈപ്പ് ടൊബാക്കോ, സ്വീറ്റ് ആയിട്ടുള്ള ടൊബാക്കോ. ടൊബാക്കോ എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ടൊബാക്കോ, അടിപൊളി ടൊബാക്കോ. ഈ പൈപ്പ് ടൊബാക്കോ എന്നാണ് വിളിക്കുന്നത്. അപ്പം കുറച്ച് കുറച്ച് സ്വീറ്റ്നെസ് ഉണ്ടാവും. സാധാരണ ഒരു ബീഡിയുടെ അല്ലെങ്കിൽ സിഗാറിന്റെ സ്മെൽ അല്ല, അതിനകത്ത് മനസ്സിലാക്കുന്നത് സ്വീറ്റ് ആയിട്ടുള്ള ടൊബാക്കോ സ്മെല്ലാണ്. ടൊബാക്കോ ഒന്ന് ഇച്ചിരി കട്ടിയുള്ള ടൊബാക്കോ ഒന്ന് ചുരുട്ടി ഈർത്തൊന്ന് അതൊന്ന് സ്മോക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, ഒരു പവർഫുൾ ആയിട്ടുള്ള സ്മെല്ല്. അത് ഹാർഷ് ആയിട്ടുള്ള സ്മെല്ലല്ല, പുകഞ്ഞ കരിഞ്ഞ മണമൊന്നുമല്ല, സ്വീറ്റ് ആയിട്ടുള്ള മണം. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവും എനിക്കറിയില്ല, അത് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ മനസ്സിലാവും. ആപ്പിൾ അടുത്ത് വെച്ചിട്ട് ആപ്പിളിന്റെ മണത്തിനോടൊപ്പം കുറച്ച് പട്ടയുടെ മണവും പിന്നെ ജാതിക്കയുടെ മണവും പിന്നെ ഈ ടൊബാക്കോയുടെ മണവും ചേർന്ന് വരുമ്പോൾ കിട്ടുന്ന ഒരു മണമാണ് ഇതിന്റെ മണം. പക്ഷെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ ടൊബാക്കോ ആയിരിക്കും. ടൊബാക്കോ അടിപൊളി ടൊബാക്കോ, പൈപ്പ് ടൊബാക്കോ. കഴിഞ്ഞ ക്രിസ്മസ് സമയത്ത് ഞാൻ ഈ ഒരു പെർഫ്യൂം എന്റെ റെഡ് ടൊബാക്കോ തന്നെ ട്രൈ ചെയ്തു. അപ്പൊ എനിക്ക് ആ ക്രിസ്മസ് സമയത്ത് മുമ്പുള്ള ആ ഒരു ഷോപ്പിംഗ് ഉണ്ടല്ലോ, കേക്ക്, പ്ലം കേക്ക് വാങ്ങാനുള്ള ഓട്ടം, പ്ലം കേക്കും വൈനും പിന്നെ ക്രിസ്മസ് ട്രീ, കരോൾ ഗാനങ്ങളും പിന്നെ പുൽക്കൂട് ഒരുക്കുന്നതും പിന്നെ ക്രിസ്മസിന് ഡ്രസ്സ് വാങ്ങാൻ പോകുന്നതും ഒക്കെയാണ് എന്റെ മനസ്സിൽ വരുന്നത്. ഒരു ക്രിസ്മസ് ഫീലും തോന്നുന്നുണ്ട് ഇതിന് മണത്തിന്. അങ്ങനെ ഒരു പ്ലം കേക്ക് ഒക്കെ വൈനിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു മണം വരില്ലേ, അതുപോലത്തെ ഒരു ബൂസി നോട്ടുണ്ട്. പ്ലം കേക്ക് ഒരു 3-4 വൈൻ ഗ്ലാസിനകത്ത് വൈൻ നിറച്ച് പ്ലം കേക്കിൽ ഒഴിച്ചിട്ട് പ്ലം കേക്ക് ഒന്ന് കുതിരുമ്പോൾ ഒരു മണം വരും. അത് കുതിരുമ്പോൾ ഒരു ബൂസി സ്മെല്ല് വരും. ആ പ്ലം കേക്കിനകത്തുള്ള ഒരു ചുവന്ന ഉണക്കമുന്തിരിയുടെയും കേക്കിന്റെ മണവും പിന്നെ വൈനിന്റെ ഒരു ബൂസി സ്മെല്ലൊക്കെ ചേർന്ന് ആ ഒരു മണം എനിക്ക് കിട്ടുന്നത്, പേഴ്സണൽ എനിക്ക് കിട്ടുന്ന കാര്യമാണേ. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടുന്നത് നല്ല ലെതറും ടൊബാക്കോയും. ലെതർ നിങ്ങൾക്ക് പ്രൊമനന്റ് ആയിട്ട് കിട്ടില്ല, കൂടുതലും കിട്ടുന്ന ടൊബാക്കോയാണ് മെയിൻ നോട്ടായിട്ട് വരുന്നത്. ഡ്രൈ ഡോണിൽ അടിപൊളി വാനില സ്മെല്ല്, വാനില വിത്ത് ടൊബാക്കോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ്. എനിക്ക് ക്രിസ്മസ് സീസണാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്റെ അഭിപ്രായത്തിൽ എനി സീസണിൽ യൂസ് ചെയ്യാൻ പറ്റും, ഏത് സീസണിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ കഴിഞ്ഞ ക്രിസ്മസ് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ആ ഒരു ഓർമ്മകളാണ്. സീരിയൽ ബൾബും കാരൽ ഗാനങ്ങളും ക്രിസ്മസ് ട്രീയും ഒക്കെ ആ ചേർന്ന് വരുന്ന പുൽക്കൂടും ഒക്കെ ഒരു ഓർമ്മയായിട്ട് എനിക്ക് മനസ്സിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് ടൊബാക്കോ പെർഫ്യൂം എന്ന് വേണമെങ്കിൽ പറയാം. വളരെ സ്പൈസിയാണ്, വളരെ സ്പൈസി ആയിട്ടുള്ള പെർഫ്യൂമാണ്. സ്പൈസി പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. വർത്താണ്, കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ള പെർഫ്യൂമാണ് റെഡ് ടൊബാക്കോ ഇന്റൻസ്, വെരി സ്പൈസി. എല്ലാവർക്കും വാങ്ങാൻ പറ്റാവുന്ന ഒരു ടൊബാക്കോ. നിങ്ങളുടെ കളക്ഷനിൽ ഒരു ടൊബാക്കോ പെർഫ്യൂം മസ്റ്റ് ആയിട്ട് വേണം. ഉറപ്പായിട്ടും നിങ്ങളുടെ കളക്ഷനിൽ ഒരു ടൊബാക്കോ പെർഫ്യൂം ഉറപ്പായിട്ടും വേണം, കളക്ഷനിൽ വെക്കേണ്ട സാധനമാണ്. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മാൻസർ മനസ്സറിഞ്ഞ് പണിഞ്ഞു വെച്ചൊരു സാധനമാണ് റെഡ് ടൊബാക്കോ ഇന്റൻസ്. ഒരു ജെയിംസ് ബോണ്ട് ഐറ്റം. യെസ്, വളരെ ക്വാളിറ്റി ഉള്ള, ഞാൻ ട്രൈ ചെയ്തതിൽ ഇൻ മൈ ഒപ്പീനിയൻ ഏറ്റവും ക്വാളിറ്റി ടൊബാക്കോ ആണ് ചേർത്തിരിക്കുന്നത്. ഒരു ജെയിംസ് ബോണ്ട് പെർഫ്യൂം ടൊബാക്കോ ആണ് മെയിൻ താരം. ക്രീമി, അല്ലൂറിങ്, സെഡക്റ്റീവ്, ഹോട്ട്, സെക്സി ആയിട്ടുള്ള ഒരു DNA. വളരെ സെക്സിയാണ്. ഞാൻ തന്നെ കോംപ്ലിമെന്റ് ചെയ്തു. മണം കിട്ടി ഞാൻ ചോദിച്ചു നിങ്ങൾ ഏത് അടിച്ചിരിക്കുന്നത്. ഇപ്പൊ പുള്ളിക്കാരൻ വാങ്ങുന്ന തിരക്കിനിടയിൽ പെട്ടെന്ന് ചിരിച്ചിട്ട് അദ്ദേഹത്തിന് സന്തോഷം. ഇപ്പൊ കോംപ്ലിമെന്റ് കിട്ടുമ്പോൾ ആർക്കാണ് സന്തോഷം വരുമല്ലോ. പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു റെഡ് ടൊബാക്കോ ഇന്റൻസ്. അപ്പൊ കുറിച്ചിട്ടതാണ് ഇത് വാങ്ങിയേ പറ്റുമെന്ന്. അപ്പൊ ഞാൻ കോംപ്ലിമെന്റ് ചെയ്തു. അത് 11:30 നല്ല ചൂടുള്ള സമയത്ത്. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിന് മുഖം മറന്നിട്ടില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്ക് അടിപൊളി. പിന്നെ ഒരു റൂം മുഴുവനും ഫില്ല് ചെയ്യും കേട്ടോ ഈ മണം. അത്തരത്തിലുള്ള ഒരു റൂം ഫില്ലറായി മണം. വളരെ ലക്ഷറീസ് ആയിട്ടുള്ള സ്മെല്ല്. നിങ്ങൾക്ക് ലക്ഷറി സ്മെല്ല് വേണം, പിന്നെ അതുപോലെ തന്നെ നല്ല സ്പൈസിനെസ് ഉണ്ടായിരിക്കണം, ലോങ്ജിവിറ്റി വേണം, പ്രൊജക്ഷൻ വേണം. അടിച്ചു കഴിഞ്ഞാൽ 10 പേര് അറിയണം. ഇവൻ പെർഫ്യൂം അടിച്ചിട്ടാണ് വന്നേക്കുന്നത്, 10 പേര് അറിയണം. അങ്ങനെയെങ്കിൽ ഇത് വാങ്ങുക. അടിച്ചാൽ 10 പേര് അറിയുക. എത്ര സ്പ്രേ ചെയ്യണമെന്ന് ഞാൻ പറയാം. അപ്പൊ 10 പേരെ അറിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സാധനം എടുക്കുക. ഇനി എപ്പോഴൊക്കെ അടിക്കണം, ആരൊക്കെ വാങ്ങണം? വാങ്ങേണ്ടത് ടൊബാക്കോ പെർഫ്യൂം, സ്പൈസി പെർഫ്യൂം, നല്ല മസ്കുലിൻ ആയിട്ടുള്ള പെർഫ്യൂം വേണ്ടവർ ഇവർ വാങ്ങുക. ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ലിനോട് താല്പര്യം ഉള്ളവർ ഇത് വാങ്ങരുത്. കാര്യം നിങ്ങൾക്ക് പറ്റിയത് ഇത് സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം ആഗ്രഹിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഞാൻ വന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു വരവിനെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന കുറച്ച് ഗ്യാങ് ഉണ്ടാവുമല്ലോ, അവരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഓറ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കൊരു അതോറിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടി, ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുക. ഒരു റിച്ച് സെലിബ്രിറ്റികളൊക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ മണം വരും. എനിക്ക് അതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ വളരെ റിച്ച് ആയിട്ടുള്ള സ്മെല്ല്. പിന്നെ നീഷ് പെർഫ്യൂമാണ്. ഇനി ഇതിന്റെ ലോങ്ജിവിറ്റി എക്സ്ട്രൈറ്റ് ആണ്. റെഡ് ടൊബാക്കോയുടെ ലോങ്ജിവിറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. 12 മണിക്കൂറാണ് ലോങ്ജിവിറ്റി. രാത്രി യൂസ് ചെയ്യുകയാണെങ്കിൽ 10-18 മണിക്കൂർ നേരത്തേക്ക് നിൽക്കും. പകലാണെന്നുള്ളത് 12 മണിക്കൂർ. 8 സ്പ്രേ അടിക്കുക. 6 മുതൽ 8 സ്പ്രേ. 12 മണിക്കൂർ ലോങ്ജിവിറ്റി. 4 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ഉണ്ടാവും. മണം വന്നുകൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ ഡീകാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഡീകാൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറേ പെർഫ്യൂം ഇങ്ങനെ ഡീകാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡീകാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ സാധനം ഇത് ഇടയ്ക്ക് വെച്ച് ഈ സ്പെയറിന്റെ ടോപ്പ് ഭാഗത്ത് ഊരി പോകുന്ന സമയത്ത് ഇതിനകത്ത് ജ്യൂസ് തങ്ങി നിൽപ്പുണ്ടാവും. ഇത് ഒഴിച്ചു കളയുന്നതിന് പകരം ഞാൻ ഷർട്ടിൽ തേക്കും. പക്ഷെ അത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇതിന്റെ ഈ മണമാണ് എനിക്ക് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ഈ ഒരു മണമായിരുന്നു. ഇത് ജസ്റ്റ് ഒരു സ്പ്രേ അടിച്ചു എന്റെ ഷർട്ടിൽ, ആ മണമാണ് കൂടുതലും വന്നത്. ഇത് പലതവണ ഞാൻ നിറച്ചിട്ട് ഇത് വീണ്ടും ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യും. പക്ഷെ എന്നിട്ട് എനിക്ക് ഇതിന്റെ മണം അധികം വരുന്നില്ല. പക്ഷെ റെഡ് ടൊബാക്കോ ഇന്റൻസിന്റെ മണം കൂടുതൽ പ്രൊജക്ട് ചെയ്തു. പിന്നെ അടിക്കാൻ പറ്റിയ കാലാവസ്ഥ വിന്റർ സീസണിൽ യൂസ് ചെയ്യുക. പിന്നെ ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റും.
അതെ, ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റും. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. ഹാർഷ് ആയിട്ടുള്ള സ്മെല്ലൊന്നുമല്ല, സ്മൂത്ത് ആണ്. ഇന്റൻസ് ആണെങ്കിൽ കൂടിയും സ്മൂത്ത് ആണ്. ഇപ്പോൾ ഓഫീസിൽ യൂസ് ചെയ്യുക, ഓഫീസിൽ യൂസ് ചെയ്യുന്ന കൊളീഗ്സ് നിങ്ങൾക്ക് എന്തായാലും സ്മെല്ല് കിട്ടി ഉറപ്പായിട്ടും പറയും കേട്ടോ. നിങ്ങൾ പെർഫ്യൂം അടിച്ചിട്ടുണ്ടല്ലോ, ഇത് ഏത് പെർഫ്യൂം എന്ന് ഉറപ്പായിട്ടും ചോദിക്കും, ഇത് ഏതാണ് ഈ സാധനം എന്ന് ചോദിക്കും. അപ്പോൾ ഓഫീസിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൊബാക്കോ പെർഫ്യൂമാണ്. ഇനി കല്യാണം, യെസ്. മനസ്സമ്മതം, പെണ്ണ് കാണൽ ചടങ്ങ്, യെസ്. പാർട്ടി, യെസ്. ക്ലബിംഗ്, യെസ്. ഡേറ്റ് നൈറ്റ്, യെസ്. ഒഫീഷ്യൽ പർപ്പസ്, യെസ്. ഓഫീസ്, യെസ്. അങ്ങനെ ഏത് കാലാവസ്ഥയിലും ചൂടത്ത് വെയിലത്ത് നിങ്ങൾ അടിച്ചിട്ടിറങ്ങരുത്. ഉച്ചയ്ക്ക് നട്ടുച്ച സമയത്ത് അടിച്ചിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് ലോങ്ജിവിറ്റിയും പ്രൊട്ടക്ഷൻ ഇല്ലാത്തതുകൊണ്ടല്ല, ആ സമയത്തല്ല അടിക്കേണ്ടത്. രാവിലെ യൂസ് ചെയ്യുക, വൈകുന്നേരം യൂസ് ചെയ്യുക, രാത്രി യൂസ് ചെയ്യുക. AC ആണ് ഓഫീസെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ ആർക്ക് പറ്റും? 20 വയസ്സിന് മുകളിലുള്ള ആർക്കും യൂസ് ചെയ്യാം. 20 വയസ്സിന് മുകളിലുള്ള ആർക്കും യൂസ് ചെയ്യാം. യൂണിസെക്സ് അല്ല. ഗേൾസിന് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം ടൊബാക്കോ നോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗേൾസിന് ഞാനിത് പ്രിഫർ ചെയ്യുന്നില്ല, ഓൺലി ഫോർ മെൻസ്. സിഗ്നേച്ചർ പെർഫ്യൂമായിട്ട് ഒരു സ്ട്രോങ് സിഗ്നേച്ചർ, ഒരു സെഡക്റ്റീവ് അല്ലെങ്കിൽ സ്പൈസി ഹോട്ട് ആയിട്ടുള്ള പെർഫ്യൂം വാങ്ങേണ്ടവർക്ക് ഇത് ഡെഫിനറ്റ് ട്രൈ ചെയ്യുക. ഒരു കാര്യം ഞാൻ പറയാനുണ്ട്, ട്രൈ ചെയ്യാതെ ഒരു കാരണവശാലും വാങ്ങരുത്. അത് റെഡ് ടൊബാക്കോ ആണെങ്കിലും റെഡ് ടൊബാക്കോ ഇന്റൻസ് ആണെങ്കിലും ട്രൈ ചെയ്യാതെ ബ്ലൈൻഡ് ബൈ ആയിട്ട് വാങ്ങാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. ജസ്റ്റ് ട്രൈ ചെയ്ത് 5 ml 10 ml വാങ്ങുക. വാരി വലിച്ചടിക്കേണ്ട കാര്യമില്ല. ഞാൻ 8 സ്പ്രേ എന്ന് പറഞ്ഞ ഓവർ സ്പ്രേ ആണ്. അത് കൂടുതൽ നേരം പ്രൊജക്ഷൻ കിട്ടാനും ലോങ്ജിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര സ്പ്രേ വേണ്ടി വരും എന്നുള്ളത് നോക്കുക. കേളയൊക്കെ 10, 15, 16 സ്പ്രേ ഒക്കെയാണ് ഇത് അടിക്കുന്നത്. അപ്പോൾ ഞാൻ അത്രയൊന്നും ഇതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് ഓവർ പവറിംഗ് ആയിട്ട് മാറും. കാര്യം ഓൾറെഡി സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം, അത് ഇന്റൻസ് ആയിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് വാങ്ങുക. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു ടൊബാക്കോ പെർഫ്യൂം വാങ്ങിയിരിക്കണം. പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരുടെ വീട്ടിൽ ഒരു ടൊബാക്കോ പെർഫ്യൂം മെയിനായിട്ട് കൊണ്ടുവരണം. അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ഇതിനേക്കാൾ നല്ലൊരു ടൊബാക്കോ പെർഫ്യൂം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിന്റെ 5 ml 10 ml ഇപ്പോൾ കയ്യിലിരിക്കുന്ന 10 ml ആണ്. 10 ml 5 ml ഡീക്കല് കൊടുക്കുന്നുണ്ട്. വാങ്ങിയിട്ട് ട്രൈ ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10 ml തന്നെ ധാരാളമാണ്. കാരണം സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം ആയതുകൊണ്ട് ഒരു 10 ml തന്നെ ധാരാളം. കമന്റിൽ നമ്പർ മെൻഷൻ ചെയ്യാം.